മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ആദ്യം മുതൽ റാ മുതൽ നമ്മൾ പഠിച്ചു. വ്യഞ്ജനങ്ങൾ പൂർത്തിയാക്കി. അതിനിടയിൽ കൂടി നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു എന്നുള്ളത് കൃത്യമാക്കിയിട്ടില്ല. ടീച്ചറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹേമ ടീച്ചർ. എല്ലാം മാത്സുമായിട്ട് ബന്ധിപ്പിച്ച് ടീച്ചർ ക്ലാസ് എടുക്കും. വളരെ എഫക്റ്റീവാണ് ടീച്ചറിന്റെ ക്ലാസ്. ഇങ്ങനെ കണക്കിന്റെ കാര്യം പറയുമ്പോൾ ടീച്ചറിനാണ് ഓർക്കുന്നത്. നല്ല ക്ലാസ്സുകളാണ് ഹേമ ടീച്ചറിന്റെ. ആ രീതിയിലൊക്കെ നമുക്ക് മാത്സ് എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ച മലയാള അക്ഷരങ്ങള് ഒന്ന് എല്ലാം കൂടി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്വരാക്ഷരത്തിലാണ്. ഇന്ന് നമുക്ക് എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ അക്ഷരങ്ങളിൽ കൂടി പോകുന്നപ്പോൾ നമ്മൾ റ എന്നുള്ള അക്ഷരത്തിലേ തുടങ്ങിയത്. റ എഴുതുന്നത് ഘടികാര ദിശയിൽ, ക്ലോക്ക് വൈസ്. ലായാണെങ്കിലോ എതിർ ഘടികാര ദിശയിൽ. നമ്മൾ ഷ എഴുതണമെങ്കിലോ എതിർ ഘടികാര ദിശയിൽ നിന്ന് ഘടികാര ദിശയിലോട്ട് പോകും അല്ലെ. അത് ഇള്ളാക്കണമെങ്കിലോ വീണ്ടും അത് എതിർ ഘടികാര ദിശയിലേക്ക് മുകളിലേക്ക്. അപ്പൊ നമ്മൾ കുറെ കൈ വഴക്കവും ഒക്കെ ചെയ്ത് അല്ലെ. പിന്നെ കൂട്ടക്ഷരങ്ങളെ പോലെ തോന്നിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ, ചന്ദ്രകലയുടെ പ്രാധാന്യം, പിന്നെ കൈ എടുക്കാണ്ട് എഴുതുന്ന അക്ഷരങ്ങൾ, സ്വരാക്ഷരത്തിലാണെങ്കിലും വ്യഞ്ജനാക്ഷരത്തിലാണെങ്കിലും. കൈ എടുത്ത് ചിഹ്നങ്ങൾ ചേർക്കണമെങ്കിൽ കൈ എടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ കൈ എടുക്കുന്ന അക്ഷരങ്ങൾ, എടുക്കാത്ത അക്ഷരങ്ങൾ, പിന്നെ ശബ്ദം കൊടുക്കുന്നു, ഇങ്ങനെ പല രീതിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെ. അതൊക്കെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ടീച്ചർ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1974 സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, അന്നൊക്കെ ചില ബുദ്ധിമുട്ടാണ് മലയാള അക്ഷരങ്ങൾ പഠിച്ചെടുക്കാൻ. പഠിച്ച അക്ഷരങ്ങള് കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാനും ചില അക്ഷരങ്ങളൊന്നും കാണാനില്ല. നമ്മുടെ കുഞ്ഞു മനസ്സിൽ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാല് സ്വരാക്ഷരങ്ങളുടെ റ് കഴിഞ്ഞിട്ട് ലു, നു എന്നൊക്കെയുള്ള ശബ്ദമുള്ള അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് അത് ഓർമ്മയുണ്ട്. പിന്നീട് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ മലയാളം പഠിത്തം തീർന്നു. പിന്നെ ഞാൻ സംസ്കൃതം, അതിന്റെ കൂട്ടത്തിൽ കൂടി മലയാളം സെക്കൻഡ് എന്നുള്ളതുണ്ട്. കോളേജിൽ ചെന്നപ്പോഴാണെങ്കിൽ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 26 വയസ്സൊക്കെ കഴിഞ്ഞ് TTC എടുത്തപ്പോഴാണ് മലയാളത്തിലേക്ക് വീണ്ടും വന്നത്. അപ്പൊ വളരെ മാറ്റങ്ങൾ. നമ്മൾ മലയാളത്തിനോട് പഠിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നറിയാം എന്നല്ലാണ്ട് എന്താണ് മാറ്റം എന്നൊന്നും നമ്മൾ ചികിത്സ പോകില്ലല്ലോ. പിന്നെ TTC കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് മലയാളം പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ അങ്ങനെ തന്നെ മൊഡ്യൂളനുസരിച്ച് വായിക്കും, പഠിക്കും, പഠിപ്പിച്ചത്രേ ഉള്ളൂ. നിങ്ങൾ പ്ലൂട്ടോ എന്നുള്ള ഒരു ഗ്രഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്ലൂട്ടോ ടീച്ചർ പഠിക്കുന്ന സമയത്തും പഠിപ്പിച്ച സമയത്തും 2006 വരെ നവഗ്രഹങ്ങൾ, അതായത് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ, അതിൽ പ്ലൂട്ടോ 9ാമത്തെ ഗ്രഹമായിട്ട് പ്ലൂട്ടോ ഉണ്ടായിരുന്നു. 2006 ആയപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം, നവഗ്രഹങ്ങളിൽ പ്ലൂട്ടോ ഇല്ല. അതിന് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അന്ന് വരെ ഉണ്ടായിരുന്ന ആ കാൽക്കുലേഷൻ കുറെ ശാസ്ത്രജ്ഞന്മാരുടെ ജോലി, അവരുടെ കണ്ടുപിടുത്തമായിരുന്നു. അപ്പൊ ആ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഒരു വിരാമം വന്നു. പ്ലൂട്ടോ നവഗ്രഹങ്ങളിൽ പെടില്ല. കാരണം അതൊരു കുള്ളൻ ഗ്രഹം, അതിന് ഭാരമില്ല, അത് മറ്റൊരാളുടെ ഓർബിറ്റിൽ കൂടി കടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള പുതിയ മാറ്റത്തിൽ പ്ലൂട്ടോ നവഗ്രഹങ്ങളിൽ നിന്ന് ഔട്ടായി. എന്ന് വെച്ചിട്ട് പ്ലൂട്ടോ അവിടെ തന്നെ നിന്ന് കറങ്ങുന്നുണ്ട്. പ്ലൂട്ടോ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ പോകുന്നുണ്ട്. അപ്പൊ കാലഘട്ടങ്ങളനുസരിച്ച് പലതിനും മാറ്റം വരും. അതുപോലെ തന്നെയാണ് മലയാള ഭാഷയ്ക്കും സംഭവിച്ചത്. തുടക്കത്തിലെ വട്ടെഴുത്ത്, കോലെഴുത്ത്, ഞാൻ അതിലേക്കൊന്നും അങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഞാൻ ചെറിയൊരു വിവരം. അങ്ങനെ നമ്മൾ ഇതിലേക്കൂടി പോകുന്നു. യഥാർത്ഥ ലിപി വന്നു. 1.5 നൂറ്റാണ്ട് പഴക്കം വന്ന പഴയ ലിപി 1971 ഏപ്രിൽ 15 ഒരു പരിഷ്കാരത്തിന് വിധേയമായി പുതിയ ലിപി വന്നു. ഇത് 71 വന്നെങ്കിലും ടീച്ചർ 74 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് പോലും ഇംപ്ലിമെന്റ് സ്കൂളുകളിലേക്ക് വന്നിട്ടില്ല, ഇംപ്ലിമെന്റ് ആയിട്ടില്ല. കാരണം ഒരു സംഗതി സർക്കാർ ഉത്തരവായാലും അത് അവിടെ നിന്ന് മുകളിൽ തട്ടിൽ നിന്ന് താഴേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും.
അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരു ഓർമ്മ 74 ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വരാക്ഷരങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങൾ ഞാൻ പഠിച്ചിരുന്നു. പിന്നീട് അതങ്ങനെ പറയും. പക്ഷെ മലയാളത്തിൽ നിന്ന് പിന്നെ അകന്നു പോയത് കൊണ്ട് ഞാൻ മലയാളത്തിലെ മാറ്റങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ആ മാറ്റങ്ങൾ പഴയതും പുതിയതും കൂടി ചേർത്തിട്ട് ടീച്ചർക്ക് പറയാനുള്ള അഭിപ്രായം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതില് അക്ഷരങ്ങൾ എന്നുള്ള ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 13 എണ്ണമാണ്. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഓ ഔ വരെ അക്ഷരങ്ങളിൽ കൂട്ടുന്നുള്ളൂ. അപ്പൊ ആ അറിയാലോ, ആ എന്നുള്ള അതിനോടുകൂടി അനുസ്വാരം, അത് ചിഹ്നമാണ്. ഈ ആണെങ്കിൽ നമ്മൾ വിശദമായിട്ട് അനുസ്വാരവും വിസർഗവും പഠിച്ചതാണ് അല്ലേ? അപ്പൊ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ 13. അതില് ഏതാനും അക്ഷരങ്ങൾ ഋ നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലു, കൃത്യമായിട്ട് എനിക്ക് തന്നെ അറിഞ്ഞൂടെ എത്ര എണ്ണം പോയിട്ടുണ്ടെന്ന്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുതിയത് പരിഷ്കരിച്ചതില് 13 അക്ഷരങ്ങൾ. ഇനി ഈ 13 അക്ഷരത്തിൽ എല്ലാത്തിനും ചിഹ്നമുണ്ടോ? നമ്മൾ വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കുക. ഇതെല്ലാം വ്യഞ്ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ എന്ന ശബ്ദം കൊടുക്കാൻ വ്യഞ്ജനങ്ങൾക്ക് ചിഹ്നം വേണ്ട അല്ലേ? അങ്ങനെ വരുമ്പോൾ സ്വരാക്ഷരങ്ങളിൽ ഈ 13 അക്ഷരങ്ങളിൽ 12 എണ്ണത്തിന് മാത്രമേ ചിഹ്നം കൊടുക്കേണ്ടി വരുള്ളൂ. ഉപചിഹ്നങ്ങൾ വ്യഞ്ജനത്തിന് കൊടുക്കേണ്ടി വരുള്ളൂ. ഇവിടെ സ്വരാക്ഷരത്തിന് ചിഹ്നമുള്ള അക്ഷരങ്ങളുണ്ട്. ഏതെല്ലാമാണ്? ഈ, ഊ, ഐ, ഓ, ഔ. ഉപചിഹ്നം വരുന്നുണ്ട് സ്വരാക്ഷരത്തില്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ സ്വരശബ്ദം വ്യഞ്ജനത്തിന് കൊടുക്കുമ്പോൾ ഈ 13 അക്ഷരത്തിൽ 12നും ചിഹ്നം കൊടുക്കുന്നുണ്ട്. കൂടാതെ ആ എന്നുള്ള ചിഹ്നം നമ്മൾ വ്യഞ്ജനത്തിന് കൊടുക്കുന്നില്ലേ? ക എന്നുള്ളതിന് അനുസ്വാരം കൊടുക്കുമ്പോൾ കം, അവിടെയും ഒരു ചിഹ്നം വരുന്നുണ്ട്. അത് ഉപചിഹ്നം തന്നെയാണ്. പിന്നെ ക, ഹകാരം കൊടുക്കുന്നത്. അപ്പൊ ചിഹ്നങ്ങൾ 14 എണ്ണം ഉണ്ട്. സ്വര ചിഹ്നങ്ങൾ കൊടുക്കാൻ വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ. അപ്പൊ സ്വരാക്ഷരങ്ങൾ 13, ചിഹ്നങ്ങൾ 14. ഇനി ശബ്ദമോ? ശബ്ദം 15 എണ്ണമുണ്ട് അല്ലെ? അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഓ ഔ അ. എന്ന് മകാരവും ഹകാരവുമാണ് വരുന്നത്. അപ്പൊ സ്വരാക്ഷരങ്ങൾ 13, ചിഹ്നങ്ങൾ 14, ശബ്ദങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങൾ 15. ഇവിടെ ഈ സമയത്ത് ടീച്ചർ ഒരു കാര്യം പറയുന്നു. ഒത്തിരി ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആധികാരികമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അവരുടെ ക്ലാസ്സും എന്റെ ക്ലാസ്സും കൂടി ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഞാൻ എന്റെ ടീച്ചിങ് സമയത്ത് കുട്ടികൾക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള പല ചിന്തകളും എനിക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു കൂട്ടക്ഷരം, അത് ചന്ദ്രകല പ്ലസ് അല്ല, ചന്ദ്രകലയോടുകൂടിയാണ് ചേർക്കുന്നത്. കായോട് ചേർമ്പോൾ ക. അപ്പൊ ചന്ദ്രകലയുടെ പ്രാധാന്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഒപ്പം അനുസ്വാരം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചിഹ്നമാണ് അനുസ്വാരം. അത് തുടക്കത്തിലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ച് വ്യത്യസ്തത ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ എന്റെ രീതിയിൽ. അപ്പൊ ഈ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സും എന്റെ ക്ലാസ്സും കൂടി ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സ്വരാക്ഷരങ്ങൾ 13, ചിഹ്നങ്ങൾ 14, സ്വരങ്ങൾ 15. ഇനി വ്യഞ്ജനത്തിലേക്ക് പോയാൽ നമ്മൾ തിരശ്ചീനമായും ലംബമായും ഇതിനെ വർഗീകരിച്ചു. തിരശ്ചീന തലത്തിലാണെങ്കിൽ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. 5, 5, 5, 5, 5 ഗ്രൂപ്പ് 25. ലംബമായിട്ടാണെങ്കിൽ ഖരങ്ങൾ, അധിഖരങ്ങൾ, മൃദുക്കൾ, ഘോഷങ്ങൾ, അനുനാസികങ്ങൾ, അതും ഇതുപോലെ തന്നെ 25. എല്ലാം സെയിം അക്ഷരങ്ങൾ തന്നെ വരുമ്പോ ക ഖ ഖ ക ങ എന്നൊരു, മറ്റേത് ക ച ട ത പ, അങ്ങനെയുള്ള വ്യത്യാസം 25. പിന്നെ നമ്മൾ 11 എണ്ണം മറ്റ് ഇതായിട്ട് പഠിച്ചു. അതൊക്കെയാണ്
യ ര ല വ ശ ഷ സ ഹ ള ഴ റ 11 അടുത്ത ഒരു മേഖല നമ്മൾ പഠിച്ചത് ചില്ലക്ഷരങ്ങൾ 5 അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അക്ഷരങ്ങളാണെന്നും അക്ഷരങ്ങളല്ല എന്നും വാദിക്കുന്ന പല വിഭാഗക്കാരും ഈ ആധികാരികമായിട്ട് പറയുന്ന ഗ്രൂപ്പിൽ എനിക്ക് കാണാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അക്ഷരം ആണെന്ന ഗ്രൂപ്പുകാരോടാണ് ചേർന്ന് നിൽക്കുന്നത്. കാരണം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ശബ്ദം കിട്ടാൻ ആരെ കൂട്ടുപിടിക്കും? സ്വരാക്ഷരങ്ങളെ, സ്വരചിഹ്നങ്ങളെ അല്ലെ? ക കി കി കു കു കൃ കെ കേ കൈ കൊ കോ കൗ കം ക. അപ്പൊ സ്വരങ്ങൾക്ക് ശബ്ദം ഇത് വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് പൂർണ്ണത കിട്ടുന്നത്. സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായം വേണ്ട, സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് കാറ്, അതിനൊരു പൂർണ്ണത കിട്ടിയത് കാർ. തേള്, തേൾ. തേന്, തേൻ. തൂണ്, തൂൺ. വാല്, വാൽ. അപ്പൊ പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന വാക്കുകളാണ് ചില്ലുമായിട്ട് ചേരുന്നത്. അപ്പൊ ഇത് അക്ഷരമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ, ഞാന് അല്ല ഞാൻ, അതിനൊരു പൂർണ്ണതയില്ലേ? ടീച്ചർ അത് വായിച്ച് നന്നായിട്ട് വായിച്ചപ്പോ അത് കട്ടിയാണ്. ടീച്ചർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു നോളജ് ടീച്ചർക്കില്ല. എങ്കിലും അക്ഷരമായിട്ട് കൂട്ടണം എന്നുള്ള വിഭാഗക്കാരോട് കൂടിയാണ് ടീച്ചറിന്റെ നിൽപ്പ്. ഇപ്പൊ അവന്, അവന് എന്ന് പറഞ്ഞാല് അവൻ അല്ലെ? അവൻ ആൺകുട്ടി, പൂർണ്ണതയില്ലേ? അവന് ആൺകുട്ടി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അർത്ഥമായി. അപ്പൊ ചില്ലക്ഷരങ്ങൾ 5 എന്നുള്ളത് കൂട്ടണം എന്നുള്ള വിഭാഗക്കാരോടുകൂടിയാണ് ചേരുന്നതെങ്കിൽ അക്ഷരങ്ങൾ എത്രയായി? 13 സ്വരങ്ങൾ, 36 വ്യഞ്ജനങ്ങൾ, അപ്പൊ 49. ഈ 5 കൂടി ചേരുമ്പോൾ 54 അക്ഷരങ്ങൾ വരും മലയാളത്തിൽ. ഇനി ഈ ചില്ലക്ഷരങ്ങൾ ചേർക്കുന്നില്ല എങ്കിൽ 13 സ്വരാക്ഷരങ്ങൾ, 36 വ്യഞ്ജനാക്ഷരങ്ങൾ, അപ്പൊ 49. ഇനി ടീച്ചറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന എന്റെ ആണെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ അടിക്കണേണ് കേട്ടാ. അതൊരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ. ഈ ഇങ്ങനെ 26-ാമത്തെ വയസ്സിൽ TTC എടുത്തെങ്കിലും മലയാള ഭാഷയിൽ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ 56-ാമത്തെ വയസ്സിലാണ് കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിലൊന്ന്, മലയാള അക്ഷരങ്ങൾക്ക് പൂർണ്ണത വന്നിട്ടില്ല. ഒന്ന്, നമ്മുടെ പ ഫ അർത്ഥവത്തായ കുറേ വാക്കുകൾ വരുന്ന അക്ഷരമാണ് ഫ. പ പ ഹ ഫ. ഫലം, ഫലിതം, ഫണം എന്നൊക്കെയുള്ള ആ വാക്കുകൾ എടുക്കുന്ന അക്ഷരം ഫ, ഹകാരത്തോടുകൂടിയുള്ള പ. അത് നമ്മുടെ ഇംഗ്ലീഷുകാർ കട്ടുകൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ തീർന്നു കൊടുത്തെന്ന് പറയാം. എല്ലാ ഇംഗ്ലീഷ് വേർഡ്സും ഫ എന്നുള്ള വാക്കിൽ ഉച്ചാരണത്തിൽ തുടങ്ങുന്ന എല്ലാ ഇംഗ്ലീഷ് വേർഡ്സും മലയാളീകരിച്ചപ്പോൾ ആര് പോയി? നമ്മുടെ ഫ എന്നുള്ള അക്ഷരം അങ്ങോട്ട് പോയത്. അത് വലിയൊരു കുറവായിട്ട് പിന്നീട് സംഭവിച്ചു. കാരണം മലയാള ഭാഷയിൽ ഫ എന്നുള്ള അക്ഷരത്തിന്റെ വാക്കുകൾ ഇല്ലാണ്ടായെന്ന് പറയാം. വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാം ഫയിലോട്ട് പോയി. അപ്പൊ അത് ഒരക്ഷരം നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഞാനിങ്ങനെ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അപ്പൊ ഈ ഫ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ മോള് മെറി അമ്മച്ചി, ഞാനപ്പോ കൊടുത്ത ഫ ഏതാന്നോ, ഇതെടുക്കാം ഫ എന്ന് പറഞ്ഞു, ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോള് പറയണേണ്, അമ്മച്ചി മലയാള അക്ഷരങ്ങൾ എഴുതുമ്പോ കൈയെടുക്കാൻ പാടില്ല, ചിഹ്നമുണ്ടെങ്കിൽ കൈയെടുക്കാം, അല്ലെങ്കിൽ കൈയെടുക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അത് എനിക്കൊരു അറിവ് തന്നെയായിരുന്നു കേട്ടോ. ഒരു അക്ഷരം ഫ, ഫ നമ്മുടേത്, ഫയും നമ്മുടെ തന്നെ ആകും. പക്ഷെ അത് പുതിയ പരിഷ്കരണത്തിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് നിവേദനങ്ങളൊക്കെ എഴുതി ശീലമുള്ള കുട്ടികളല്ലേ, നിങ്ങൾ മന്ത്രി ശിവൻകുട്ടിക്ക് അല്ലെങ്കിൽ ബിന്ദു മാഡത്തിന്
ശിവൻകുട്ടിക്ക് എഴുതണം. നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയാണ്. നിവേദനം, സാറേ നമ്മൾക്ക് അക്ഷരങ്ങളുടെ പോരായ്മ ഉള്ളതുകൊണ്ട് ഇനിയും കുറവ്. ഒന്നാമത് മലയാളം പഠിച്ചുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ജർമ്മനി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ മറ്റുള്ള എല്ലാ ലാംഗ്വേജും പഠിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോണേന് ഒരാൾ മലയാളം പഠിച്ച് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അല്ലെ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അപ്പൊ എല്ലാ സംഗതി പോവാണ്ടിരിക്കണം. ഭാവി തലമുറയ്ക്ക് കൃത്യമായ ഒരു നോളജ് കിട്ടണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങളല്ലേ വേണ്ടത്. എത്രയോ ഇംഗ്ലീഷ് വേർഡ്സ് ആണെന്നറിയാമോ ഡിക്ഷണറിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വേർഡ്സ് വരുമ്പോൾ അതിന്റെ അർത്ഥം വെച്ചിട്ട് അഡീഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മലയാള അക്ഷരമാലയിൽ നിന്ന് അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വരുമ്പോൾ പോരായ്മകൾ കൂട്ടിച്ചേർക്കാനും നമ്മൾ ശ്രമിക്കണം. പ്ലൂട്ടോനെ നമ്മൾ കളഞ്ഞു, അല്ലെ? പ്ലൂട്ടോ അവിടെ തന്നെ ഉണ്ട്, ചില കാൽക്കുലേഷനിൽ അത് പോയി. അതുപോലെ ഇപ്പൊ റു ന്യൂ ലു എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോ പോകാൻ ചാൻസ്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് എല്ലാ സ്വരാക്ഷരങ്ങളും ആദ്യം വരും വാക്കുകളുടെ. അപ്പൊ ഈ റുന് വളരെ കുറവേ ഉള്ളൂ. ഋഷി സുനക്, ഋഷിരാജ് സിംഗ്, ഋഷി, ഋഷഭം, അങ്ങനെ കുറച്ച് വാക്കുകൾ ഉള്ളു ഋ. അതുപോലെ ലു നു ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ വാക്കുകൾ ഉണ്ടാവൂലായിരിക്കും. അത് പോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഫ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ കുറയുകയും ഇതേ അക്ഷരം എടുത്ത് ഫ എന്നുള്ള എല്ലാ വാക്കുകൾക്കും കൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ഫ എന്നുള്ള ഒരു അക്ഷരം കണ്ടുപിടിച്ച പോരെ. ഒരു ചെറിയൊരു അഭിപ്രായമാണ് എൻ്റെത്. അടുത്തൊരു അക്ഷരം നോക്കി ഏതാണെന്ന് നിങ്ങളിപ്പോ എന്താ വായിച്ചതിനാ? ഇത് ശരിക്കും നായാണ്. നമ്മുടെ നാവില്ലേ, നമ്മുടെ പല്ലിന്റെ മുൻനിരയിലെ പല്ലിന്റെ മുകളെ പല്ലി ഇവിടെ, അതിന്റെ താഴെ പോയി മുട്ടുമ്പോഴാണ് ന എന്നുള്ള ഉച്ചാരണം വരുന്നത്. ന. അതേപോലെ തന്നെ തോന്നുന്ന വേറൊരു അക്ഷരമുണ്ട്. ഏതാണ്? ആന എന്ന് പോലെ. ആന. ആ ന എവിടെ പോയി മുട്ടിയത്? നമ്മുടെ നാവ് പുറകോട്ട് പോയി, കുറച്ച് പുറകോട്ട് പോയിട്ട് മുകൾ ഭാഗത്ത് മോളയിൽ പോയി മുട്ടി. ആന. ആന എന്ന് എങ്ങനെ എഴുതണത് അറിയാമോ? ആന എന്ന് എഴുതാൻ ഇത് തന്നെയാണ്, ഈ അക്ഷരം തന്നെ എടുത്തിട്ടാണ് ആന. ഇനി ആന നനഞ്ഞു എന്നാണെങ്കിലാ ആ ന അത് തന്നെ, ഞാൻ അത് തന്നെ. അപ്പൊ ആന നനഞ്ഞു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ പറയുന്നത്, ന എന്നുള്ള അക്ഷരം ആദ്യ ഭാഗത്ത് വന്നാൽ അത് നായും രണ്ടാമത്തെ ഭാഗത്ത് വന്നാൽ അത് ഞായും എന്നാണ്. ആ ഒരു പഠന രീതിയോട് ഞാൻ യോജിക്കുന്നില്ല. ഒരക്ഷരം ഉണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിക്കണം. അപ്പൊ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അതുകൊണ്ട് നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറ്റമില്ല, നമ്മളത് കണ്ടുക്കും. അതേസമയം പുറത്തുനിന്ന് ഒരാൾ വന്ന് ലാംഗ്വേജ് പഠിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ജർമ്മനി പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ വരുമ്പോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ള ലാംഗ്വേജിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ അതൊരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇതിന്റെ കൂട്ടക്ഷരം നോക്ക്. ന ചേരുമ്പോ ന, 1, 3, വന്നില്ലേ, ഇന്നലെ, നന്നായി എന്നൊക്കെ. ഒരു ചോദ്യം, വന്നില്ലേ, നീ ഇന്നലെ വന്നില്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് ഒരാളെ കണ്ടില്ല ഇന്നലെ. അപ്പൊ നമ്മൾ ഇന്ന് ചോദിക്കാൻ പോണ എന്താണ്? നീ ഇന്നലെ വന്നില്ലേ എന്ന് ചോദിക്കുള്ളൂ. ഇനി ഈ അക്ഷരങ്ങൾ തന്നെ ന അയാൾ കൂട്ടി യോജിക്കണമെങ്കിലാ നായും നായും വരുമ്പോ ന. പൊന്ന്, പിന്നെ മന്നവൻ, അന്നമ്മ, പൊന്നമ്മ, ന, അല്ലെ? ഇത് തന്നെ നമ്മൾ നാളെ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ എന്ത് ചോദിക്കും? നാളെ നീ വന്നില്ലേ എന്റെ കൂടെ? വന്നില്ലേ? പറഞ്ഞു, ഞാൻ വന്നില്ല. അവിടെ കണ്ട ഇന്നലെ കണ്ട ആ വന്നില്ലേ എന്നുള്ളതും ഇന്നലെ നീ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും നാളെ നീ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും അക്ഷരരൂപം എല്ലാം ഒന്ന് തന്നെ. ഇന്നലെ പറയണത് എന്താ? ഇന്നലെ ഞാൻ വന്നില്ല. നാളെയാ? നാളെ ഞാൻ വന്നില്ല. രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഒരു അക്ഷരത്തിന്റെ കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടക്ഷരം നിർബന്ധമായിട്ടും. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങളുടെ കുറവുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ആവശ്യങ്ങൾ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത്. കൊച്ചു കരഞ്ഞ ഉടനെ അമ്മ പാൽ കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും.
അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അക്ഷരങ്ങളുടെ ഇത് ഇവിടെ തീർന്ന്. ഒന്നുകൂടി സ്വരാക്ഷരങ്ങൾ 13, വ്യഞ്ജനങ്ങൾ വർഗം തിരിച്ച് 25, യാരാലാവ ശാഷാസാഹ ലാഴാറ 11. അപ്പൊ 25, 11, 36. അത് രണ്ടും കൂടി ചേർത്താൽ 13 + 36 49. ചില്ലക്ഷരങ്ങൾ ഇർ, ഇൽ, ഇൻ, ഇൽ, ഇൻ. അത് ചേർക്കുകയാണെങ്കിൽ 54, ചേർത്തില്ലെങ്കിൽ മലയാള അക്ഷരങ്ങൾ 49 നിൽക്കും. അതിനോട് കൂടി 2 അക്ഷരങ്ങൾ, ഒന്ന് ഫായും ഒന്ന് നായും ചേർത്താൽ 54 നമ്മൾ നിൽക്കണമെങ്കിൽ 56 കിട്ടും. നമ്മൾ 49 നിൽക്കണമെങ്കിൽ 51 കിട്ടും. അത് ഭാവി തീരുമാനിക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ തീർക്കുന്നു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.